അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്തതിന് ശേഷം കണ്ടു തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ രാവിലെ ഏർലി മോർണിംഗിലല്ലേ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇന്ന് കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുട്ടും കടലയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് സ്വീറ്റായിട്ടൊക്കെ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി. ഞാനപ്പോൾ ഒരു അവക്കാഡോ സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ, അവക്കാഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ്, വെറുതെ കഴിക്കാനും ഇഷ്ടമാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഒരല്പം ഒരു നല്ല മധുരമുള്ള ഒരു ഈത്തപ്പഴം വലുത്, പിന്നെ ഒരു ചെറിയ പീസ് ആപ്പിൾ, പിന്നെ ഒന്നെങ്കിൽ അല്പം ഷുഗർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹണി ചേർക്കുക, പിന്നെ ഒരല്പം പാല്, ഇത്രയും ചേർത്ത് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ അടിച്ചെടുത്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ നല്ല മധുരമുള്ള പേരക്കയും ആപ്പിളും ഇതാണ് കേട്ടോ ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ കമ്പനിയിൽ ഞാൻ പറയാറുണ്ടല്ലോ, അവിടെ നിന്ന് എഗ്ഗ് കൊണ്ടുവരാറുണ്ടെന്ന്, താറാവിൻ്റെ അത് തന്നെ അവിടെ നിന്നുള്ള ചീരയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചീരയാണ്. അപ്പോൾ 2 കളറുണ്ട്, ഗ്രീനും റെഡും. നല്ല ഇതിങ്ങനെ ഇല മാത്രം പറിച്ചെടുത്തിരിക്കുന്നത്, അതധികം പ്രായമായിട്ടില്ല, അതങ്ങനെ വളർന്ന് തുടങ്ങുന്നേ ഉള്ളൂ, ഒടിക്കാറായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇല മാത്രം എടുത്തുകൊണ്ടിരുന്നിരിക്കുകയാണ്. നല്ല ഫ്രഷാണ്, അങ്ങനെ കേടൊന്നുമില്ല. എന്നാലും എനിക്ക് ഇലയുടെ 2 സൈഡും ഇങ്ങനെ നോക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ കിച്ചണിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ കുറച്ച് സമയം റിലാക്സ് ആയിട്ട് ഇരുന്നത് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പോന്നു. പിന്നെ ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. മക്കൾ വീട്ടിലുണ്ട്. അപ്പോൾ മോന് ചെറിയ പനിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നതിന് മുൻപ് ഇതിനിടയിൽ ഞങ്ങൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മോൻ വീട്ടിലുണ്ട്. അങ്ങനെ കൗണ്ടിലൊക്കെ ഒരുപാട് വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയാണല്ലോ, പനി വന്നു കഴിഞ്ഞാൽ. അവനിപ്പോൾ റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ വീട്ടിലുണ്ട്. പിന്നെ അവൻ്റെ കസിനും പിന്നെ എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മ, വല്യമ്മയും ഇവരൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു. നമ്മുടെ ഈ ഒരു പരിസരത്ത് കുറേ ആളുകൾക്ക് പനി ഉണ്ടായിരുന്നു. പിന്നെ തൊണ്ടവേദന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, ഒരു പെട്ടെന്നുള്ള ഒരു അസുഖം വരല് എല്ലാവർക്കും, ഒരുവിധം ആളുകൾക്കൊക്കെ വന്നു എന്നുള്ളതാണ്. എന്തോ അൽഹംദുലില്ലാ ഇതുവരെ ഇപ്പോൾ എനിക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ എന്താ പറയുക, ആ ഒരു കൊറോണയ്ക്ക് ശേഷം എല്ലാ വർഷവും നല്ല അതികഠിനമായ ചുമയോട് കൂടിയിട്ടുള്ള പ്രശ്നങ്ങളാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ഇത്തവണ കാണുന്നില്ല, അൽഹംദുലില്ലാ. അങ്ങനെ പോണു. അപ്പോൾ ഇത് ഞാനിതാ 2 പാത്രത്തിലാക്കിയിട്ട് വെള്ളമൊഴിച്ച് ഉപ്പിട്ടൊക്കെ അങ്ങനെ വെക്കുന്നുണ്ട് കുറച്ച് സമയം. പിന്നെ ഇതിൽ അങ്ങനെ കെമിക്കൽസൊന്നുമല്ല, ഓർഗാനിക്കായിട്ടുള്ള കുറച്ച് വളവും കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തെറിച്ചാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് സമയം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ വെക്കാം കേട്ടോ. അതിനുശേഷം വീണ്ടും ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇന്ന് എടുക്കുന്നില്ല, പകുതിയാണ് ഞാൻ എടുക്കുന്നുള്ളൂ. അധികം ഉണ്ട് കേട്ടോ. ഈ പാത്രം ഈ കാണുന്ന പോലെയല്ല, ഇതിൽ ധാരാളം ഇല കൊള്ളുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞപ്പോൾ അതിൽ കംപ്ലീറ്റ് വെള്ളവും അങ്ങനെ ഊർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ചീര കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മട്ടൻ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിനിടയിലുണ്ടല്ലോ, ഫോണൊന്ന് ചാർജിലൊക്കെ ഇട്ട് അങ്ങനെ മധു അല്ലെങ്കിൽ സ്വലാത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്തിട്ട് നിന്ന് നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ യാതൊരുവിധ മടുപ്പുണ്ടാവില്ല കേട്ടോ. നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് ഭയങ്കര പ്രാളത്തിൽ പാചകം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ ഭയങ്കര ഒരു മടുപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നിന്നിട്ട് ചെയ്യണം. അപ്പോൾ അതിന് പറ്റിയൊരു അന്തരീക്ഷം നമ്മൾ തന്നെ കിച്ചണിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നിന്ന് ചെയ്യുമ്പോൾ നല്ലൊരു സമാധാനമാണ്. നമുക്ക് ആരോടും ദേഷ്യം തോന്നില്ല. പലരും പറയുന്നത് മാത്രമല്ല, ഞാനും അനുഭവിച്ചിരിക്കുന്ന കാര്യമൊക്കെയാണ്. നമുക്ക് മക്കളൊക്കെ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു വെപ്രാളാണല്ലോ, വേഗം ജോലികൾ തീർക്കണം. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് ചെയ്താലും തീരില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ പിന്നത്തേക്ക് വയ്ക്കും, പിന്നെ ചെയ്യാം എന്ന് വിചാരിക്കും. നമ്മൾ ചെയ്യുന്ന സമയം നല്ല എൻജോയ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആരോടും ഒരു ദേഷ്യം ഉണ്ടാവില്ല. നമ്മുടെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ വീഡിയോ ഉണ്ടല്ലോ, ഇത് നമ്മൾ എടുത്തു വെച്ചിട്ട് കുറേ നാളായിട്ടുണ്ട്. ഞാൻ വോയിസ് പകുതിയോളം കൊടുത്തങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇതങ്ങനെ അപ്ലോഡ് ചെയ്യാതെ ഇട്ടു. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നില്ലേ പനിയുടെ കാര്യമൊക്കെ,
അതിനുശേഷം എനിക്കും റമദാനിൽ പനിയൊക്കെ വന്നു, ഡെങ്കു ആയിരുന്നു. പിന്നെ അതിൻ്റെ ഒരു റെസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഒരുവിധം നമ്മുടെ ഏരിയയിൽ എല്ലാവർക്കും ആ ഒരു സമയത്ത് ഈ ഫീവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആണല്ലോ, അപ്പോൾ ഇപ്പോൾ ഇവിടെ വീട്ടിൽ മക്കളാണെങ്കിൽ ഒരാൾ 10th ഒരാൾ 9th അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവരെ സ്കൂളൊക്കെ ചേഞ്ച് ചെയ്ത കാര്യം. അപ്പോൾ പൂക്കുട്ടിക്കാണെങ്കിൽ ഇളയാൾക്ക് കൂടുതലും ആക്ടിവിറ്റീസൊക്കെയാണ് ഇൻട്രസ്റ്റ്, ഓരോ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ നമ്മൾ സ്റ്റഡിയുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുന്ന് പഠിക്കണം. അതിനൊരു അന്തരീക്ഷം കിട്ടിയാൽ മാത്രമാണ് മക്കൾ ഇരുന്ന് പഠിക്കുന്നത്. ഇത്തവണ ഇവരുടെ എക്സാമിൻ്റെ ടൈമിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ എനിക്കും റംലാൻ്റെ ആ ഒരു ടൈമിൽ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിന് നമ്മുടെ ഒരു പ്രസൻസ് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആണെങ്കിലും ഇനിയിപ്പോൾ 9th അപ്പോൾ നമ്മൾ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി 9th 10th എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. 9th ഒരു കണ്ടിന്യൂഷനാണ് 10th വരുന്നത്. അതുകൊണ്ട് തന്നെ വെക്കേഷനാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നില്ല. നമുക്ക് കുട്ടികൾക്ക് ഏതാണോ വീക്കായിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റിൽ നമുക്ക് മെയിനായിട്ടൊരു ട്യൂഷൻ വേണമെങ്കിൽ അതിന് മാത്രം വേണമെങ്കിൽ കൊടുക്കാം. അതല്ല നമുക്ക് എല്ലാ സബ്ജക്റ്റിനും വേണമെങ്കിൽ ആ രീതിയിലും കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ വെക്കേഷനിൽ അറ്റൻഡ് ചെയ്യുന്നത്. She had a deep interest and taste in music. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു കുട്ടിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഡൗട്ടൊക്കെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനും എല്ലാം എളുപ്പമാണ്. പിന്നെ അഡ്മിഷന് മുൻപ് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്. ആ ഒരു ടെസ്റ്റിൽ തന്നെ കുട്ടികളുടെ വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കുകയും ഇനിയിപ്പോൾ 1-2 സബ്ജക്റ്റാണ് വീക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് മാത്രം കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ട്യൂഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും നമുക്ക് ക്ലാസ് എടുക്കാവുന്നതാണ്. പിന്നെ അഡ്മിഷന് മുൻപായിട്ടൊരു ഡെമോ ക്ലാസ് നടത്തിയിട്ട് കുട്ടിയും മിസ്സും തമ്മിലുള്ള ഇൻട്രാക്ഷനൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അസൈൻ ചെയ്യുന്നത്. പിന്നെ ഒരു അക്കാഡമിക് കാലണ്ടർ ഓരോ കുട്ടിക്കും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്താണ് പിന്നെയുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സ്കൂളിൽ കൊടുക്കുന്നത് പോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് നോട്ട്സ്, ഷോർട്ട് നോട്ട്സ്, PPT, ചാപ്റ്റർ വൈസ് എക്സാംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ എക്സാമിന് ശേഷവും ഓൺലൈനായിട്ട് തന്നെ പാരൻസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്ത് കുട്ടിക്ക് വേണ്ട ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റഡിയിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇവരുടെ ഈ ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ ഇവർ ഏത് സിലബസിലുള്ള കുട്ടികൾക്കും സ്റ്റേറ്റ് സിലബസ്, CBSE കൂടാതെ ICSE ഏത് സിലബസിലാണെങ്കിലും ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. പിന്നെ ക്ലാസ് റൂം കോഴ്സ് കൂടാതെ ഇവർ ഒട്ടനവധി വേറെയും കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കുട്ടിയെ ഇതിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് ഇതിൽ വരുന്നുണ്ട്. അതാവുമ്പോൾ കുട്ടിക്ക് ഒരു ബേസ് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 9th 10th കടക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഫൗണ്ടേഷൻ ഇഷ്യൂ. അപ്പോൾ ആദ്യം നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളാണെങ്കിലും ഈ ഒരു ഫൗണ്ടേഷൻ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, കമൻസിലും പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ up to 20% വരെ ഓഫറും അവൈലബിൾ ആണ്. അപ്പോൾ കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ലഞ്ചിൻ്റെ പരിപാടികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മോരുകറി ആവുന്നുണ്ട്. പിന്നെ ചീര തേങ്ങയൊക്കെ ഇട്ട് ഉള്ളി മുളകൊക്കെ അങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചിരകിയിട്ടിട്ട് അതിന് ശേഷമാണ് ആ തേങ്ങ ചെറുതായി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴാണ് നമ്മൾ ഇലയിട്ട് കൊടുത്തത്. അങ്ങനെ ചീര നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി നമ്മൾ മട്ടൺ റോസ്റ്റ് ചെയ്യാം, ഡീപ്പ് ഫ്രൈ പോലെ അങ്ങനെ റോസ്റ്റ് ചെയ്യാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഇടയ്ക്കൊന്ന് ഞാനതിൻ്റെ ഉപ്പും മസാലയുടെ ടേസ്റ്റും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ ഒരു ഗ്രേവിയോട് കൂടി തന്നെ എടുക്കാം, അങ്ങനെ ഫ്രൈ ആവണ്ടെന്ന് കരുതി. അങ്ങനെയാണ് കേട്ടോ അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മട്ടനിലേക്ക് ഇതുപോലെ കുറച്ച് സ്പൈസസ് ചേർക്കും കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ. പട്ട, ഗ്രാമ്പൂ, പിന്നെ കുരുമുളക് പൊടിയും ചേർക്കും. കൂടാതെ കുരുമുളക് അങ്ങനെ പൊടിക്കാത്തത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബേ ലീഫ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് പിന്നെ ഇത് മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക.
അങ്ങനെ കുക്കറിൽ നിന്നതാ ഞാൻ 2-3 വിസിലൊക്കെ അടിച്ചിട്ട് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്തോ ക്യാമറയിൽ ഇതിന് കളറ് കാണുന്നില്ല കേട്ടോ. കളറ് കുറവാണ് ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ. പിന്നെ ഞാനിത് ശരിക്കും ഡീപ്പ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തോ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ മോരുകറിയുടെ കൂടെ ഇത്തിരി ഗ്രേവി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിട്ട് തോന്നി. പിന്നെ ആ സ്പൈസസ് ഒക്കെ ചേർത്തില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ള കറികളും കാര്യങ്ങളും. എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ചോറ് കഴിക്കട്ടെ. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഷോപ്പിലേക്ക് പോകണം. ഇപ്പോൾ സമയം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനുണ്ട്. നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ മെസ്സേജ് വരുമ്പോൾ എവിടെയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. അതൊക്കെ നോക്കി പിന്നെ എടുത്ത വീഡിയോസൊക്കെ ചെക്ക് ചെയ്തു. അതിനുശേഷം ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഈ പൂച്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശക്കണുണ്ടെങ്കിൽ നമ്മളെ കൂട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാവും വിശക്കണുണ്ട്. രാവിലെ കൊടുത്താലും ചിലപ്പോൾ അതിന് ഇടയ്ക്കൊക്കെ വിശക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അതിനുള്ള ഫുഡാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ദുബായ് മാക്സിയുടെ പല വെറൈറ്റീസ് അവൈലബിൾ ആണ്. പിന്നെ അബായ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് അബായ ഇപ്പോൾ കുറവാണ്. പക്ഷേ ഇൻഷാ അല്ലാ നമ്മൾ സ്റ്റിച്ച് ചെയ്തും ഒക്കെ റെഡിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടേതായ ഒരു മോഡലിലാണ് ചെയ്യുന്നത്. പിന്നെ കഫ്താൻ ഐറ്റംസാണ്. പ്ലെയിൻ വരുന്നുണ്ട്, പ്രിൻ്റ് വരുന്നതുണ്ട്. പിന്നെ അല്പം വ്യത്യസ്തമായി വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ മോഡസ്റ്റ് വെയർ ആണ് കൂടുതലും വരുന്നത്. ഇത് കണ്ടോ, ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു മോഡസ്റ്റ് വെയർ ഇത് നമുക്ക് ഇവിടെ പല ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കാണിച്ചത് ആ സ്ലീവ് ഉണ്ടല്ലേ. പിന്നെ അത് കൂടാതെ ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മടക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനും പിന്നെ കസ്റ്റമർ വരുമ്പോഴും അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ മെയിനായിട്ട് ഇതെല്ലാം ഒന്ന് മടക്കി മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഫുൾ സ്ലീവ് മാക്സി. ഈ ഒരു മോഡലിലാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കൊടുക്കുന്ന നമ്പറിൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൊക്കെ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നമ്പർ നോക്കിയിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഓൺലൈനിലാണ് പർച്ചേസെങ്കിൽ വിതിൻ 2 days നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സൊക്കെ അയച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് പ്രൊഡക്റ്റ് കിട്ടും. വളരെ അപൂർവമായിട്ടാണ് ഏതെങ്കിലും ഡിലേയും കാര്യങ്ങളും വരാം. അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് കയ്യിൽ കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഈ മടക്കുന്നതുണ്ടല്ലോ, ഇത് നമുക്ക് അബായയുടെ ഉള്ളിൽ ഇന്നറായിട്ട് യൂസ് ചെയ്യാം. ഈ ഫ്രണ്ട് ഓപ്പൺ വരുന്ന അബായ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും നമ്മൾ കുറച്ചുകൂടി നല്ല ക്ലോത്തൊക്കെ ഇടാനല്ലേ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇന്നറായിട്ട് അബായയുടെ കൂടെ ഇടാൻ പറ്റുന്ന ഐറ്റമാണ്. സ്ലീവ് ഉണ്ട്, ഒരു മുട്ടിൻ്റെ ഒരു താഴെ നിൽക്കുന്ന രീതിയിൽ സ്ലീവ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പലരും ഇന്നറായിട്ടല്ല, അല്ലാതെ തന്നെ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ ബനിയൻ ക്ലോത്ത് ആണെങ്കിൽ പോലും ദേഹത്ത് അങ്ങനെ ഒട്ടിക്കിടക്കുന്നൊന്നുമില്ല. ഉള്ളിൽ എന്തെങ്കിലും ഒരു ലൈറ്റ് വെയിറ്റ് വരുന്ന ഒരു കോട്ടൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം ഇട്ടിട്ട് നമ്മൾ അതിന് മേളിൽ ഇതിട്ട് കഴിഞ്ഞാൽ ഒട്ടും അങ്ങനെ ദേഹത്ത് ഒട്ടിക്കിടക്കുകയൊന്നുമില്ല. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്ന ഷോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ വെയർ ചെയ്യാനും നല്ലതാണ്. അതിൻ്റെ തന്നെ പല കളറും പിന്നെ ആ ലൈനിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ആ രീതിയിൽ ചെറിയ ഡിഫറൻസ് വരുന്ന ഐറ്റംസും അവൈലബിൾ ആണ്. പിന്നെ പോക്കറ്റ് വരുന്ന, ഫ്രണ്ടിൽ പോക്കറ്റ് വരുന്ന ബനിയൻ ക്ലോത്തിൻ്റെ ഐറ്റമൊക്കെ ഉണ്ട്. അതും നമുക്ക് ഇന്നറായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലൊക്കെ വെയർ ചെയ്യാൻ നല്ലതാണ്. ഇതിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ നെയിം നിലോഫർ ഹാദി എന്നാണ്. ഫോളോവേഴ്സ് കുറവാണ്, എന്നാലും നിങ്ങൾ ഫോളോ ചെയ്ത് ഫോളോവേഴ്സിനെ കൂട്ടുക. അപ്പോൾ നിലോഫർ ഹാദി എന്നുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങുക, ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം. ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാ നോക്കട്ടെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.